ഹായ് ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി ചൂണ്ടയിടലാണ്. ഞാൻ ഉണ്ട്, സുബിനുണ്ട്. അപ്പോൾ ഗൈസ് ചൂണ്ടയിടാൻ വേണ്ടി ഏബലുണ്ട്. നമ്മൾ ചൂണ്ടയിടാൻ വന്നേക്കാണ്. വലിയ കണ്ടറാക്കടിയാണ്. ഒരു പറയും നടക്കുകയാണ്. ഉറങ്ങുന്നു. അയ്യോ, ഓ മൈ ഗോഡ്. എടാ ഇതിനെ ഇരയാക്കടാ. ഇതിനെ ഇരയാക്കിട്ട് വർത്തമാനം കേട്ടാ അവന്റെ അച്ഛന്റെ കൊച്ചാന്ന് പറയല്ലേ. യൂട്യൂബാണ്. ഇത് യൂട്യൂബ് ലൈവ് അല്ല, വീഡിയോ എന്നെ എഡിറ്റ് ചെയ്തതാണ്. സ്റ്റോറി മറ്റേ ലിബിന്റെ ഫോണിൽ. എന്റെ ഫോൺ അറിയില്ല. എൻ്റെ ഏബല് മത്സ്യകന്യകൻ മീനെ പിടിച്ചിട്ട് വരുന്നു. ഷോ നമ്മുടെ മീൻ കുഞ്ഞിനെ രക്ഷപ്പെടും. ഓ ജീവണ്ട്. എന്നിട്ടാണ് നീയൊക്കെ അതിനടുത്തൊരു വിഴുങ്ങ. ഓ സുബിനെ യൂട്യൂബാണ് ഇതൊക്കെ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് മീന് തീറ്റ കൊടുക്കാൻ പോവാണ്. അവിടെ ആരോണ്ടോ മീനെ തീറ്റ കൊടുക്കാൻ പോയിട്ടുണ്ട്. ലിബിനെ എന്നാടാ? ലിബിനെ എന്നായി? അടുത്ത ചൂണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇവിടുന്ന് ഒരിക്കലും കൊണ്ടാ. അങ്ങനെ അത് പറ്റില്ല. ഇവിടെ എത്തിക്കേ. സുബിൻ എന്നാ ഇതിനെക്കെട്ട് പറയാനുള്ളത്? മീൻ തീറ്റ കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. അപ്പം നമ്മൾ ആ പുണ്യകർമ്മത്തിൽ ചേരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീന് തീറ്റ കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. ദൈവം സഹായിച്ച് ഒരു മീൻ നമ്മുടെ കൊട്ടക്കകത്ത് വിട്ടു എന്നുള്ളത് സത്യമാണ്. മക്കളെ തട്ടിക്കളയല്ലേ ഒച്ചന്നെ ചുമ്മാ ഇരിയുടെ പെറ്റമ്മ സത്യം. എന്തോ പറഞ്ഞു വിട്ടിട്ട് അല്ല, പെറ്റമ്മ സത്യം. സത്യം കള്ളം പറയല്ലോ. അപ്പുവിന്റെ ഫസ്റ്റ് സംഭാവനയാണ്. നമ്മളിപ്പോൾ ചൂണ്ടയെടുക്കുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആന്റണി ചൂണ്ട ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കരയിൽ ജിതിൻ, ഏബൽ ആൻഡ് സുബിൻ. സുബിൻ ആൻഡ് ഏബൽ. അപ്പം ഗായ്സ് ഇവിടെ ലിബിൻ ഒരു സ്രാവിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പകരം ഇപ്പം നമ്മൾ സ്രാവിനെ കാണിച്ചു. അടുത്ത സ്രാവിനെ കാണിച്ചു. അടുത്ത സ്രാവിനെ പിടിച്ചിരിക്കുകയാണ്. സ്രാവിനെ കാണുന്ന പോലും ഇല്ല. അടുത്ത സ്രാവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എനിക്കങ്ങനെ വ്ളോഗൊന്നും ചെയ്ത് പരിചയമില്ല. നമ്മൾ ഈ വ്ളോഗ് കണ്ടുള്ള പരിചയമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വാണാട്ട് ചെയ്യുന്നത്. ആന്റണി ചിരിച്ചു. ഗായ്സ് ഇതാണ് കോഴിക്കോട് ആന്റണി. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണെങ്കിലും അത്യാവശ്യം കിടിലമായിട്ടാണ് നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചൂണ്ടിയാണ് ഇറങ്ങുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൽബിൻ ആൻഡ് അപ്പു ഇവിടെ ഉണ്ട്. അപ്പു ചിരിച്ചാടാ. അപ്പു കൊച്ചിനെ പിടിക്കുക. നമുക്ക് ഇവിടെ ഹെൽപ്പറായിട്ട് ആൽബിനുണ്ട്. നമുക്ക് അവിടെ പോയി ആന്റണി എന്ത് ചെയ്യുന്നു നോക്കാം. ആന്റണി അടുത്ത സ്രാവിനെ പിടിച്ചിരിക്കുകയാണ്. എന്ത് മീൻ? അടുത്ത സ്രാവിനെ കിട്ടിയിരിക്കുകയാണ്. അവരവിടെ എന്തൊക്കെയോ ചർച്ചയിലാണ് നടക്കുന്നത്. അവിടെ വേറൊരു അപ്പച്ചൻ മീൻ പിടിക്കുന്നുണ്ട്. അപ്പച്ചനാണെങ്കിൽ കുറേ മീനെ കിട്ടി. നമ്മൾ മാത്രം അവിടെ വലിയ കണ്ടറാക്കടയും പിടുത്തമൊക്കെയാണ്. ആന്റണി ഇവിടെ വാൾപ്പരിചയ അമ്പ് വിടുന്ന എന്തൊക്കെ കാണിക്കുന്നത്. ഓ ആന്റണി സ്രാവിനെ കിട്ടുവാടാ. ചൂണ്ടയിടാൻ വന്ന 3 കള്ളന്മാരെയാണ് നമ്മൾ കാണുന്നത്. നമ്മള് പരിപാടിയില്ല, വ്ളോഗിക്കല്ലേ ഇവിടെ. സുബിന്റെ ടൈറ്റാനിക്.
ഇവിടെ നമ്മൾ അങ്ങ് എന്ന അണ്ണൻ ഇവിടെ വന്നു. അങ്ങ് എന്ന മീൻ പിടിച്ച അണ്ണൻ്റെ ഇവിടെ വന്നു നമുക്കൊരു കോമ്പറ്റീഷനായിട്ട്. അവിടെ വലിയ പരിപാടിയാണ് അവിടെ. ഓ ഏതാ സ്രാവിനെ ഇപ്പോൾ കിട്ടും. നമുക്ക് ഈ ടെക്നിക്കൊന്നും അറിഞ്ഞൂടെ എങ്ങനെ മീൻ പിടിക്കുന്നൊന്നും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാച്ചി സ്രാവിനെ പിടിച്ച് തന്നാണ് അല്ലേ സുഖേ? തീയിട്ടു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മീനെ പിടിക്കുന്ന ഒരു സംഭവത്തിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ലോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വ്ലോഗ് ചെയ്യാൻ ഇവിടെ കാട്ടുതീ ഇട്ട് ഗൈസ്. ഇവിടെ ഇപ്പോൾ തീയാവുന്നത്. ഇവിടെ ഇപ്പോൾ കാട്ടുതീയാവും. ഇനി കാട്ടുതീ എത്തുമെന്ന് പറഞ്ഞ് കേസായി പോലീസ് സ്റ്റേഷനിൽ കയറി എല്ലാ വിഷയമാകും. ഇതൊക്കെ തപ്പ ആരുടെ മീനെ കിട്ടിയോടാ? ആരണി വളരെ വളരെ ബുദ്ധിപരമായി നീങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പറയാ അറിഞ്ഞൂടാ. എല്ലാവർക്കും വരുന്നു ചിന്തയല്ല ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ കുടുംബക്കാർ കാണുന്ന വീഡിയോ. സുബിൻ്റെ ഒക്കെ അമ്മ നാളെ സബ്സ്ക്രൈബറാണ്. ഫസ്റ്റ് സബ്സ്ക്രൈബർ. അവിടെ കിട്ടി കുറേ കിട്ടി. അടുത്ത മീനെ കിട്ടി. സ്രാവിനെ കൊണ്ടുവരാം. അടുത്ത പുള്ളി അടുത്ത വലിയ മീനെ കിട്ടി. പുള്ളി മീൻ പിടിക്കും. നമ്മൾ വൈകിട്ട് വരെ പൊടി മീനെ പിടിച്ചോണ്ടിരിക്കും. സെമ്മല്ലയോ വൈകിട്ട് ഓരോന്ന് സൂപ്പറായിരിക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ ഒന്നും പറയില്ല. അവിടെ പടക്കുന്ന മീൻ എന്തൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അച്ഛൻ മച്ചാൻ. എല്ലാം കൂടെ അവിടെ കിടന്ന് കല ചില മീനങ്ങ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഒന്നും കിട്ടുന്നില്ല. ആ മീനെ മുറിക്കണം. ഞങ്ങൾ അടുത്ത ചൂണ്ട കെട്ടാൻ വേണ്ടി പോവാണ്. ഇത് കമ്പൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ചൂണ്ട സെറ്റ് ചെയ്യാൻ പോവാണ്. ആ ചൂണ്ടക്കമ്പ് ഒരു കുണവും ഇല്ല. ചൂണ്ടക്കമ്പ് ഈ ആശ ചൂണ്ടക്കമ്പ് അണ്ടി ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന ചൂണ്ടക്കമ്പ് നമ്മൾ ഞാൻ കൊണ്ടുവന്ന ചൂണ്ടക്കമ്പ് ഇതാണ്. പെർഫെക്റ്റ് എന്നെ കളയാണ്. എന്നെ കള നീ ജനിച്ചപ്പോഴേ കളനാണ്. നീ ജനിച്ചപ്പോഴേ ഞാൻ ജനിച്ചില്ലെന്ന് പറഞ്ഞ കള്ളത്തരം പറഞ്ഞാണ് നീ കുറെ നേരമല്ലേ കണ്ട്രാക്ട് നോക്കി. നിനക്ക് എന്നാ കിട്ടിയറിയാം. സുബിരേ എവിടെ പോവാ? സുബിരേ കുനിഞ്ഞിരിക്കുന്ന ഓ ആ മീൻ സ്രാവിനെ എടുക്കാൻ പോയാണോ? ഇപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത ചൂണ്ടക്കമ്പ് പിടിച്ച് അടുത്ത ചൂണ്ടക്കമ്പ് കെട്ടാനുള്ള പരിപാടിയാണ്. കെട്ടുപിരിങ്ങല്ലേ? അങ്ങനെ അറിയാതെ എടാ നീ ഒരു പരിപാടി ഏറ്റെടുത്താൽ ഈ മുടിച്ചിട്ടേ കിടക്കുക. അണ്ണന്റെ കൊട്ടയ്ക്ക് കയറി പിടിച്ചിട്ട് നാനം എടുക്കാനാണ്. സാഹസികമായി പിടിച്ച മീന എന്തൊക്കെ ഇഷ്ടംപോലെ മീൻ. പിടയ്ക്കണം ഇതല്ലേ പിടയ്ക്കുന്ന മീൻ അല്ലേ? ലിബിന് അടുത്ത സ്ട്രാറ്റജി പിടിക്കാൻ വേണ്ടി അണ്ണൻ്റെ അടുത്ത് പോയി. അണ്ണൻ കാച്ചിക്കോളാൻ ഏതാ ഇനി സംശയം ആര് ഇത് ഇഴുവെന്നാ എനിക്ക് എഡിറ്റ് ചെയ്തേ. ഞാൻ അടിച്ചു കുത്തിരുന്ന് അടിച്ചു. ഇല്ല ഫിസിയോളജി കൂടെ ഉണ്ട്. എന്നാണ് നിങ്ങളെ മിനി മലേഷ്യ കളിക്കാൻ പോകില്ല. അപ്പം ഞാൻ എടുക്കുക. നിങ്ങൾ ഭയങ്കര ടാക്ടിക്കൽ മൂവാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഫുൾ മീൻ, ഒരു 5-6 ഫുൾ മീൻ, ഒരു ചത്ത മീൻ. കഴിയാ എന്തിനത് ചാടിയൊന്നും പോത്തില്ല മീൻ. അടുത്ത
എന്നെ നോക്കാൻ നമ്മൾ കപ്പെടുത്ത് മൈദ മേടിക്കാൻ പോവാം. അണ്ണൻ്റെ നിന്ന് മൈദ മേടിക്കാൻ പോവാം. അണ്ണൻ്റെ നിന്ന് സുബിനൊക്കെ അത് കപ്പ മേടിക്കാൻ പോവാണ്. അണ്ണൻ്റെ നിന്ന് കപ്പല്ല, അണ്ണൻ്റെ നിന്ന് മൈദ. അണ്ണൻ്റെ നിന്ന് മൈദ മേടിച്ചിട്ട് മൈദ ഇടാം. ഇവിടെ കർണാടക എന്ന് പറഞ്ഞാൽ വിഷൻ ടെക്നിക്കുകളാണ് ഇവിടെ. മൈദ ഒക്കെ ഇട്ടാണ് മീനെ പിടിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആയിരിക്കും എന്തൊക്കെയോ പരിപാടി നടത്തുന്നവന്മാർ. എന്തൊക്കെയോ വലിയ പരിപാടി അവിടെ അതിലും വലിയ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കുഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അണ്ണൻ, ഓ മൈ ഗോഡ്, അണ്ണൻ ഈ തവണ കിട്ടിയില്ല. അണ്ണൻ ഹായ് ഹായ് ഹായ്. വലിയ ഫിഷർമാനാണ്. കർണാടക ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ആ ഏബിൽ അച്ചാച്ചൻ നമ്മൾ കളത്തിറങ്ങിക്കുകയാണ്. പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ. പിള്ളേർക്ക് പകരം ഏബിൽ അച്ചാച്ചൻ എവിടെ കേട്ടോ പൊട്ടുന്ന ബെന്ന് കിട്ടുമോ ഇല്ലയോ? ഇവിടെ പൊടിയല്ലേ കുഴിക്കകത്ത് കിട്ടുകയല്ല. അതാ ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളം കുറവുള്ള എടുത്തത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മീൻ കിട്ടാത്തേ കാണാൻ വരച്ചോണ്ട് ഉണ്ടാതിരിക്കണം. മീൻ പറഞ്ഞേ ബ്ലോഗ് എടുക്കുന്നില്ല. എന്നെ കാണി കാച്ചാനാണ് ഇടുക ആർക്കറിയാം. എന്താ തിന്നാൻ അത്ര ഒന്നും വേണ്ട. നീ എന്താ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു? ഇത് മതി. അതല്ല ഇത് വലിയ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അവർ 1/2 കിലോ കൊണ്ട് വരുന്നു. ഞാൻ നല്ല ഐഡിയ പറഞ്ഞു. അങ്ങോട്ടിടും. അണ്ണൻ്റെ ചൂണ്ടേ നിൻ്റെ ഇവിടെയും കൂട്ടിമുട്ടല്ലേ. ഇവിടെ വലിയ വലിയ പരിപാടികളാണ്. അടുത്തും പറയുന്നത് പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്നാമത്തെ കാര്യം ഈ ആദ്യം വന്നിട്ടുള്ള ബ്രെഡ് എല്ലാം കൂടെ തിന്നെന്നും പറഞ്ഞ് എറിഞ്ഞു കൊടുത്തേക്ക്. മീനൊക്കെ അവിടെ നിന്ന് തിന്നാ. മീനൊക്കെ ബിരിയാണി കിട്ടിയ പോലല്ലേ നമ്മൾ ഈ അച്ചാച്ചൻ വലിയ പരിപാടിയാണ്. കുഞ്ഞു മീനുകൾ. ഞാൻ പറഞ്ഞുതരാം, പുള്ളിയുടെ ടെക്നിക്ക് പറഞ്ഞുതരാം. പുള്ളി അങ്ങോട്ടല്ല ആഴത്തിലല്ല ഇട്ടുന്നത്. ഈ മൈദ ഉരുട്ടിയിട്ട് ഈ വെള്ളം കുറവുള്ളടത്ത് മുക്കിയിട്ട് മിണ്ടായി. എടാ മുളക്കം പോലെ ഇതിന് ഈ ബഡ്സിടാതെ ഈ ക്ഷമ കൊടുക്കട ഏബിലേ. ഇട്ടിട്ടൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കില്ലേ. അങ്ങോട്ടിട്ട് നീട്ടിയിട്ടു. ഉടക്കി മൈദ പോയി. ഞാനിനി കരക്കിടെ നാളം വിടുന്നു. കളത്തിൽ ഇറങ്ങി കളിച്ച് മടുത്തു. ഇനി കരക്കിടെ നാളം വിടുന്നു. എന്തൊക്കെയല്ലേ ആന്റണി ഇവിടെ നടക്കുന്നത്? ശിവേട്ട പുത്ര ശിവേട്ട ചന്ദ്രനുണ്ടോ ഇവിടെ? ഇല്ല, സുനിയുണ്ട്. ആ കനി ഗേൾസ് ഹോസ്റ്റൽ മൊത്തം അറിയിക്കുന്ന ഈ പയ്യനാണ്. ഈ പയ്യനും ചൂണ്ട പിടിച്ചിരിക്കുന്നത് എന്താ നടന്നാലും ആദ്യം അറിയുന്നത് അവിടുന്ന്. എന്തൊക്കെ തരം. ഇതിവിടെ അടുത്ത് സുബിൻ. തീഷ്ണതയോടെ ഇരിക്കുകയാണ്. കടൽ കിട്ടും. സംഭവം എന്ന് പറഞ്ഞാലേ മീൻ കൊത്തി വായിനകത്ത് കയറാനുള്ള ടൈം കൂടെ. നമുക്കിടാ. സുബിൻ അങ്ങോട്ട് ഇട്ടേ സുബിനെ.
അതല്ലേ രസം. ഞാൻ ഇടാം സുബിന്, ഞാൻ നിങ്ങൾ വീഡിയോ എടുക്കണേ. അടുത്ത ഏടാ ഇപ്പോൾ അടുത്ത സുബിൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇടാം, നീ കുത്താൻ കൈ, ഞാൻ വ്ളോഗറല്ലേ. ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് ആശിച്ച്, ഞാൻ ഒറ്റ ഇടം ചേർത്തുള്ളൂ. കുട്ടിയാലും കിട്ടിയില്ല. കിട്ടിയില്ല. എന്തോ ആത്മഹത്യ ആത്മഹത്യ അതേ. നീയല്ലേ രാവിലെ പറഞ്ഞ് നമുക്ക് ചൂണ്ടയിടാം. എവിടെ ഇച്ചിരി വെച്ചാൽ മതി, ഇച്ചിരി. അവിടെ ഇട്ട് കൊടുക്കാതെ അത് തിന്നിട്ട് അതിന്റെ പോക്കൊന്നും കഴിച്ചാലും പോകും. 1/2 കിലോ സാധനം ഇത് ഇത്ര വെള്ളം ഒഴിച്ച് അത് പോയി. പിന്നെ 1 ലിറ്റർ വെള്ളം കോരി ഒഴിച്ച് ഇതിപ്പോ പോവും. ഇത്ര വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാ? ഞാൻ ഇടാം ഇവിടെ ഞാൻ നീറി. ഇതുണ്ടോ ഇത്ര വെള്ളം ഒഴിച്ചാ? ബ്രെഡ് ഇച്ചിരി കുത്ത്, ബ്രെഡ് കുത്ത്. മീൻ കൊടുത്തു. അടുത്തവൻ കൊടുത്തു മൈദ കൊടുക്കാടാ. ഇല്ലേ അടുത്ത നമ്മള് ബ്രെഡ് മേടിച്ചു വെച്ചല്ലേ അലമ്പാണ്. എന്ത് കോപ്പന്നാ അവൻ ആത്മഹത്യ ചെയ്യുന്നല്ലേ? അവൻ ചെക്കന്മാർ ആത്മഹത്യ തെറിപ്പിക്കല്ലേ ഇവിടെ ഇവിടെ ഗൈസ് ഞങ്ങൾ ചൂണ്ടയൊന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇത്തവണ നമ്മൾ ഇര മാറ്റി പിടിക്കാം, ബ്രെഡ് മാറ്റി നമ്മൾ മീനെ ആക്കാൻ പോവുകയാണ്. ഇപ്പം എൻ്റെ കാലിൽ കൊണ്ട് കയറി സുബിൻ. അവിടെ വലിയ പരിപാടി നടക്കുകയാണ് അവിടെ. നമ്മൾ അതിനൊന്നും ഇടപെടാതെ നമ്മളായി നമ്മളെ പാടായി. ആൻ്റണിയായി, ഞാനുണ്ട്, ജിതിനുണ്ട്, സുബിനുണ്ട്, ആൻ്റണി ഉണ്ട്. ഇത്രയും പേര് ജിതിൻ്റെ വഴി കാട്ടി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പം ഗൈസ് ഇവിടുത്തെ അണ്ണന്മാർ വരുന്നുണ്ട്. ഇവിടുത്തെ അണ്ണന്മാർ അടുത്ത സ്പോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ചൂണ്ടയുടെ ഇതൊക്കെ അണ്ണന്മാരൊക്കെ ഉണ്ട്. ഇന്ന സ്വൽപ്പ് കൊച്ചു മീൻ. കയ്യിരിക്കുന്നുണ്ട്. ഇതിൻ്റെ നേതൃത്വപ്രകാരം നമ്മൾ അടുത്തൊരു മീൻ ചെറിയ കുളത്തിൽ വന്നിരിക്കുകയാണ് മീൻ പിടിക്കാൻ. എന്താകുമോ എന്ന് നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ കൂടെ പോകുന്നു. ബാക്കിൽ ലിബിനും ആൽബിനും വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ വലിയ മീനായിട്ട് വിടാൻ പോവാണ്. നമ്മൾ ഇച്ചിരി ഗ്യാപ്പിട്ട് വെക്കാം. കാരണം ഇവിടെ ഒരു മീൻ കണ്ട, അത് എന്ത് ചെയ്യാ മീനെ കണ്ട കുത്തി വെച്ചേക്കുന്നത്. അത് ഇവിടെ നിന്ന് പിടിച്ചാൻ തോന്നുന്നു. എല്ലായിടത്തും ഭയങ്കര മീനാണ് കിട്ടുന്നത്. കുളോ പിന്നെ നമ്മളെ മീനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഭയങ്കര മീൻ പിടുത്തമാണ് ഇവിടെ. ഒരാൾ അവിടെ ആ സൈഡിൽ പോടാ, ഇതിനെ ആ സൈഡിൽ പോ. അവിടെ ഫോൺ വിളിക്കുന്നു. മീൻ ഇവിടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന മീനുകളെ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് മീൻ ഇവിടെ ചത്തുപോയെന്ന് തോന്നുന്നു. പിന്നെ ഇത് സെക്കൻഡ്, ഇവിടെ തേർഡ്, ഫോർത്ത് കുറേ മീനുകളുണ്ട്. ഈ കുളത്തിൽ കണ്ട ഡേഞ്ചറസ് മീനുകളാണെന്ന് തോന്നുന്നു. നമുക്ക് അറിഞ്ഞൂടാ.
നമ്മളിപ്പോൾ അടുത്ത ഇതുപോലത്തെ ഒരു കുളത്തിൽ തന്നെ ഡേഞ്ചറസ് മീനെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് വേണം എന്ത് വേണം ഇപ്പം ഗൈസ് കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു സമ്മാനം കിട്ടിയില്ല. ഞങ്ങൾ ഉച്ചവെയിൽ നല്ല കൊള്ളാതെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. എന്താണ് ആൽവിൻ പറയാനുള്ളത്? നല്ല കാര്യം, ഇന്ന് മീൻ നമുക്ക് കിട്ടിയില്ല. ചൂട് കാരണം മീനൊക്കെ വെന്ത് പുളകിയതായി ഇവിടെ കിടക്കുന്നു. അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെട്ടു, എന്നാലും മീനെ കിട്ടിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ഇവന്മാരെല്ലാം പറയാൻ തിരിച്ചു പോകാം. കാരണം ആദ്യം മോട്ടറാക്കി വിട്ടമാരൊന്നും ഇപ്പം അനങ്ങുന്നു പോലുമില്ല. സുബിൻ, എന്താണ് സുബിൻ ഈ നിമിഷത്തിൽ പറയാനുള്ളത്? പശുമ്പൊക്കെ ഉണ്ട്, കാളമ്പ. നമ്മളെ കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്തിപ്പോൾ ചെയ്യണമെന്ന് അറിയാം. സുബിനൊക്കെ ഉണ്ട്, ചൂട് കാരണം അത് ഇങ്ങനെയൊക്കെയാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ ചെയ്തത്. കാരണം ഈ പുട്ട വെയിലത്ത് ആ പൊടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ചൂണ്ടവള്ളി നമുക്ക് ഒന്നും കിട്ടിയില്ല. ചൂണ്ടവള്ളി എല്ലാം അവിടെ ഇട്ടിട്ട് വന്നേക്കുന്നു. അപ്പോൾ ഇതിന് നമ്മുടെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ജിതിനെ കൊണ്ടുവരരുത്, ആട്ടിനെ കൊണ്ടുവരരുത്. ആട്ടിന് പിന്നെ കുഴപ്പമില്ല, ജിതിനൊറ്റൊരുത്തനാണ് വലിയ പ്രശ്നം. 19 മീനെ പിടിച്ചോണ്ടിരുന്നത് ജിതിനാണ് തുടക്കം ഇട്ടത് പോകാമെന്ന്. ഇപ്പോൾ ജിതിനാണ് ആദ്യം വീട്ടിൽ പോകാൻ ഹോസ്റ്റലിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ കർണാടക ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. മീൻ കിട്ടിയില്ല, അവർ പറയും ഒന്നും കിട്ടിയില്ല. അപ്പം ഗൈസ് നമ്മൾ വീഡിയോ അവിടെ ചെന്നിട്ട് ഞാൻ നിർത്തി കാണിച്ചത്. മീൻ പിടിച്ച് ക്ഷീണിച്ച് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ നാട്ടിലല്ലേ ചൂണ്ടിട്ട് ക്ഷീണിച്ച് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മീനത്തെ പരിപാടി നിർത്തുകയാണ്, മീൻ പിടുത്തം നിർത്തുകയാണ്. മീൻ പിടിച്ചു നമ്മൾ സ്രാവിനെയൊക്കെ പിടിക്കുന്നൊക്കെ പറഞ്ഞാൽ ശരി, പൊടിമീനെ പോലും കിട്ടിയില്ല. എന്നാ ചെയ്യാനാ ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ആനെനിക്ക് എന്താണ് നിമിഷം പറയാനുള്ളത്? നമുക്ക് എന്താ പറയാന്ന് വെച്ചാൽ മീൻ ഇന്ന് കിട്ടും, നാളെ പോവും. ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇന്ന് കിട്ടുന്നില്ല, നാളെ പോവാൻ. കണ്ണീർ കായലിലേതോ കടലാസ് സുബിന്റെ ഡിപ്രഷൻ അടിച്ച് പോവാണ്. മീന് പോലും കിട്ടാത്ത വിഷമത്തിൽ സെവനപ്പിന് വേണ്ടി ഓടുന്നു. അപ്പം ഗായ്സ് ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. ഇത് യൂട്യൂബിൽ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 5-6 വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാം മുമ്പ് എല്ലാം പോയി. ഗായ്സ് കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ